എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ബിരിയാണിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് മട്ടൻ ബിരിയാണിക്കുള്ള മട്ടനാണ്. 1/2 കിലോ ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ള മസാലകൾ പറയാം. ഇത് ചെറിയ 2 സവാള അരിഞ്ഞതാണ്, ചെറിയ 2 തക്കാളി, ചെറിയുള്ളി ചതച്ചത്, അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ നമുക്ക് എടുക്കാം. ബിരിയാണി മസാല പൊടിച്ചതാണ്, ഇതൊരു ടീസ്പൂൺ. നമുക്ക് ആദ്യം ഇട്ട് നോക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ എടുക്കാം. ഇനി പച്ചമുളകാണ്, ഇത് നല്ല എരിവുള്ളതാണ്, അപ്പോൾ ഒരു 6 മുളക് ചതച്ചത് എടുക്കാം. തൈര് 1 ടേബിൾ സ്പൂൺ. മല്ലിച്ചപ്പും പുതിനയും കുറച്ചെടുക്കുക, നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഇത് അരിഞ്ഞു വെച്ചതാണ്. ഇനി ഒരു ചെറുനാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെറുതെ അരച്ചതാണ്, പേസ്റ്റാക്കി അരച്ച കുറച്ച് നാളികേരം ചേർത്തിട്ട് അരച്ചതാണ്. ഇതിൽ അണ്ടിപ്പരിപ്പിന് പകരം കശകശാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതൊന്നുമില്ലെങ്കിൽ കുറച്ച് നാളികേരം നല്ല മയത്തിലൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്താൽ മതി. ഞാൻ കുറച്ച് നാളികേരം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഇത് അരച്ച് വെച്ചതാണിത്. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്, അതിന് ആവശ്യത്തിന് എടുക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ പകുതി, ഇത് സവോള വറുത്ത് കോരി എടുത്ത് വെച്ചാണ് ഇളം ബ്രൗൺ നിറത്തിൽ. ഇതിന് പകുതി നമുക്ക് മീനിലേക്ക് എടുക്കാം, പകുതി ചോറിലേക്ക് അലങ്കരിക്കാനും എടുക്കാം. മട്ടനിൽ മസാല ചേർക്കാൻ പോവുകയാണ്. ഇത് ഇളയ മട്ടനാണ്, അപ്പോൾ അത് കുക്കറിൽ വെക്കേണ്ട കാര്യമില്ല, നമുക്ക് പുറത്ത് തന്നെ വെക്കാം, സാധാരണ പാത്രത്തിൽ തന്നെ വെക്കാം. മൂത്തതാണെങ്കിൽ ഒരു വിസിൽ വരുത്തിയിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം. പിന്നെ ഉള്ളത് സവോളയൊക്കെ വഴറ്റി നമുക്ക് സാധാരണ വഴറ്റി കറിയൊക്കെ വെക്കണ മാതിരി വെച്ചിട്ട് അങ്ങനെയും വെക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് സവോള മാത്രമേ വഴറ്റണുള്ളൂ, ചെറിയ ഉള്ളി, ബാക്കിയൊക്കെ ഇതിൽ പച്ചക്കന്നെ ഇടാൻ പോവുകയാണ്. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യമല്ല, അതിൽ ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ആദ്യം ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി പേസ്റ്റ് ഇട്ടു, മുളകിൻ്റെ പേസ്റ്റ് ഇട്ടു, കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ടു, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു, തൈര് ചേർക്കാം, ചെറുനാരങ്ങ പിഴിഞ്ഞതാണിത്. ഇത് പുളി നോക്കിയിട്ട് വേണം കേട്ടോ, കാരണം തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചാൽ മതി. ഇത് തീരെ തൈരിന് പുളി ഇല്ല, അതുകൊണ്ട് ഞാൻ 1 നാരങ്ങ എടുക്കണത്, അല്ലെങ്കിൽ ഇത്രയും വേണമെന്നില്ല. ഇനി ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വെക്കാം കുറച്ച് നേരം. ആ നേരം കൊണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ തക്കാളി ഞാൻ ഇടാൻ മറന്നു, ഇതും കൂടി ഇടുകയാണ് കേട്ടോ. ഞാൻ ഈ അടുപ്പത്തൊരു 2 സ്പൂൺ, ഈ സ്പൂണിന് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ചൂടായി. ഇനി ഞാൻ ആ സവോള ഇതിലിട്ട് ഒന്ന് വഴറ്റാൻ പോവുകയാണ്. ഇതൊന്ന് വഴന്നിട്ടുണ്ട്, ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേഗം വഴലാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ചതച്ചത് അരിക്കിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചുള്ള മട്ടനിലേക്ക് ഇട്ടിട്ട് ചെറുതിയിലിട്ടിട്ട് വേവിക്കാം. അത് വെന്ത് മുക്കാലാവുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഈ പിസ്ത എന്ന് പറഞ്ഞാൽ ഈ സവോള വഴറ്റി ബ്രൗൺ നിറാക്കി അതും, പിന്നെ എന്താണ് ഈ പേസ്റ്റ്, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും കൂടി ചേർക്കുക. അത് മുക്കാലും വെന്ത് കഴിഞ്ഞിട്ട് അതിലിട്ടാൽ മതി. നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഇതിലേക്കിടാം. നല്ലപോലെ ഇളക്കിയിട്ട് ചെറുതിയിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇനി എല്ലാ മസാലയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ച് വയ്ക്കാൻ പോവുക. മഞ്ഞൾപ്പൊടി കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാനിപ്പോൾ ആദ്യം ഇട്ടത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്, അധികം ഇട്ടിട്ടില്ല. ആദ്യം മസാല ചേർത്തപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമേ ഉള്ളൂ. അരപ്പൊക്കെ കൂടെ കലക്കി അങ്ങനെ ഒഴിച്ചതാണ്. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. മട്ടൻ മുക്കാലും വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ ഉള്ളി വറുത്തിട്ട് കുറച്ച് ചേർക്കാം, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും. ഇത് നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. മട്ടൻ്റെ മസാലയൊക്കെ വറ്റി മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. 1 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇതാ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 2-3 ഏലക്കായ ഇടുകയാണ്,
ചെറിയ 2-3 കഷ്ണം പട്ട, ഗ്രാമ്പു 3 ഒരു ബേ ലീഫ്. ഇതൊന്ന് മൂപ്പിക്കാം. ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ളതിലാണ് ഞാൻ വെള്ളം ഒഴിക്കാൻ പോണത് കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. ഇത് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ അരിയിട്ട് വറുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം. വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കുമ്പം ഉപ്പിട്ടിട്ട് അതിലേക്ക് ചോറിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ 2 വിധത്തിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, അതിൽ ഉപ്പിടാം. നമ്മൾ ആദ്യം അരി എടുത്ത ആ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി അപ്പോൾ പാകമാണ്. ഇനി ഈ സമയത്ത് ഉപ്പ് കുറവാ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ പാകമാണ്. ഇനി ഞാൻ അടച്ച് വയ്ക്കുകയാണ്. ഒരു ഇളം തീയിലിട്ട് ചെറു ചൂടിലിട്ട് നമ്മളൊന്ന് വേവിക്കാൻ പോകും. ഇളം തീയിൽ നമ്മൾ അരി വെന്ത് പാകമായിട്ട് നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം കുറച്ച് എടുത്ത് വെക്കണേ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇത് വെള്ളം വേണ്ടി വന്നാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മട്ടൻ ബിരിയാണിക്ക് ദമ്മിടണം. ദമ്മിടണമെങ്കിൽ ആദ്യം നമ്മൾ മട്ടൻ മസാല കട്ടിയുള്ള പാത്രത്തിൽ നിരത്തി വയ്ക്കുക. ഞാൻ ചോറും കൂടി നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ വളരെ കുറച്ച് ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ കുറേ ചോറുണ്ടാക്കുമ്പോൾ നമുക്ക് ലെയറായിട്ട് അടുക്കി മസാലയൊക്കെ ഇടാം. ഞാനിപ്പോൾ ഈ ഒരൊറ്റ ലെയറിൽ മാത്രമേ മസാല ഇട്ട് കാണിക്കുന്നുള്ളൂ. കുറച്ച് മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി, സവോള വറുത്തത്, കുറച്ച് ഗരം മസാല, കുറച്ച് ചെറുനാരങ്ങ നീര്, റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. അത് ഓപ്ഷണലാട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാൻ വളരെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, അല്ലാതെ നിറം വേണ്ട. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ദമ്മിടണമെങ്കിൽ മൈദ കൊണ്ടും അടച്ച് വയ്ക്കാതല്ല. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹോള് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ദമ്മിടാൻ പോണത്. ഉപ്പുകല്ല് ചൂടാക്കി വെച്ചിരിക്കുകയാണ് പഴയ ഒരു പാനിൽ. അതിൻ്റെ മേലെയാണ് ഈ പാത്രം വെക്കാൻ പോണത് കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ചൂടുകൊണ്ട് തന്നെ അത് വേവും. അപ്പം മീഡിയം ഫ്ലെയിമിൽ ആദ്യം ചൂടാക്കിയിട്ടുണ്ട് നല്ലപോലെ. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വെക്കാം. ഇതങ്ങനെയാണ് വെച്ചിരിക്കണത്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഇത് നമുക്ക് വയ്ക്കാം. ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. ഇത് ഞാനൊരു 20 മിനിറ്റ് 25 മിനിറ്റോളം ചെറുതിയിലിട്ട് ദമ്മിലിട്ടിട്ടുണ്ട്. അതിലേറെ വേവ് ആവശ്യമുണ്ടെങ്കിൽ ഇത് കുറച്ച് ചോറേ ഉള്ളൂ. കുറച്ചും കൂടി സമയം ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ സമയമെടുത്ത് നിങ്ങൾ ചെയ്യണം. ബിരിയാണിക്കൊരു സൈഡ് ഡിഷിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നാളികേരമുണ്ട്, കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി ഉപ്പും ചേർത്തിട്ട് അരയ്ക്കണം. എന്നിട്ട് കുറച്ച് വിനാഗിരി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പം അങ്ങനെ ഇനി മല്ലിച്ചപ്പ് വേണമെങ്കിൽ അത് ഇടാം. ഞാനിവിടെ കറിവേപ്പില ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ചമ്മന്തിക്ക് അരയ്ക്കണ പോലെ അരച്ചിട്ട് അതെടുക്കാം. അത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈന്തപ്പഴ ചട്നി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ തൈര്, സലാഡ്, ഉള്ളിയൊക്കെ ഇട്ടുള്ള സലാഡ് അത് ഉപയോഗിക്കാം. ഇതാ നല്ലൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് മല്ലിച്ചപ്പ് എടുത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ കൂടെ ഈത്തപ്പഴ ചട്നി, ഈത്തപ്പഴവും പൈനാപ്പിളും കൂടിയുള്ള ഒരു അച്ചാറാണ് കേട്ടോ അത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പോയി കാണണം. പിന്നെ തൈര് സലാഡ്, ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളത്, സവോളയൊക്കെ ഇട്ടിട്ടുള്ളത്, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ നല്ല ഒരു മട്ടൻ ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊക്കെ നല്ല മയമുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.